ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സൺഡേത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതിരുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പോളിയോ എടുക്കേണ്ട ദിവസമായ പിന്നെ മക്കളെയും കൊണ്ട് പോളിയോ എടുക്കാനൊക്കെ പോയി വന്ന ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ഒരു ആക്രി റൂം ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. എല്ലാം കൊടുന്ന് ഡംപ് ചെയ്യണ റൂം. അങ്ങനെയൊന്നുമല്ല, ശരിക്കും മക്കൾസിൻ്റെ സാധനങ്ങളൊക്കെ വച്ചേക്കണ ഒരു റൂമാണ് അത്. മക്കൾസ് ഉപയോഗിക്കണോണ്ട് തന്നെ എപ്പോഴും അലങ്കോലമായിട്ടാട്ടോ കിടക്കുള്ളൂ. അവരതെല്ലാം വലിച്ചു വാരിയിടും. 4 ദിവസത്തെ പൂജവെപ്പിൻ്റെ അവധിയും പിന്നെ പനി ചുമ ഒക്കെ ആയിട്ടുള്ള അവധിയും പ്ലസ് 2 ദിവസത്തെ ശനി ഞായറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പറയണ്ട കേട്ടോ ആ റൂമിൻ്റെ അവസ്ഥ. കുറേ ദിവസമായിട്ട് അതിലേക്ക് നിൽക്കാനായിട്ടുള്ള സമയവും എനിക്ക് കിട്ടിയിട്ടില്ല. വികൃതികളായിട്ടുള്ള മക്കൾസാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. അത്യാവശ്യം നല്ല വികൃതികളാണ് കേട്ടോ എൻ്റെ മക്കൾസ്. അപ്പോൾ മൂത്തവർ 2 പേരും എന്ത് അലമ്പെടുക്കണോ അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഇളയവരും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കും കേട്ടോ. ആരാ ജയിക്കണേന്നുള്ള മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പോളിയോ എടുത്ത് എല്ലാം കഴിഞ്ഞങ്ങ് വന്ന് ചായ കുടിയും ഒക്കെ കഴിഞ്ഞ മക്കൾസിനെയൊക്കെ ഒന്നങ്ങ് ഉറക്കി നേരെ ക്ലീനിങ്ങിനായിട്ട് നിന്നു കേട്ടോ. കണ്ടോ റൂമിൻ്റെ അവസ്ഥ, ബോധം പോണതല്ലേ. ഇത് ഇന്നൊരു ദിവസം കൊണ്ടാട്ടോ ഇതെല്ലാം വലിച്ചു വാരി നിരത്തിയിട്ടേക്കണത്. നമ്മൾ എത്രയൊക്കെ ഡ്രസ്സും കാര്യങ്ങളും അവർക്ക് എടുത്തു കൊടുത്താലും അതൊന്നും പറ്റില്ല കേട്ടോ. അവർ തീരുമാനിച്ചേക്കണ ഒരു ഡ്രസ്സ് തന്നെ അവർക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഡ്രസ്സ് ഒരിക്കലും മടക്കി വെക്കാറില്ല കേട്ടോ. മടക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ 2 പേരും തിരിച്ച് ഒരേ കൊട്ടകളിലാക്കിയാട്ടോ വച്ചേക്കണേ. ഒപ്പം കുഞ്ഞാവകളുടെയാണ് ആ സെപ്പറേറ്റ് ആയിട്ട് വച്ചേക്കണേ. കുഞ്ഞാവകൾക്ക് അവരുടെ കൊട്ടയിലും. പിന്നെ കൂടാതെ കുറേ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നനയാതെ ഈ റൂമിൽ തന്നെയായിരുന്നു ഞാൻ ചാക്കിലാക്കി വെച്ചേരുന്നത്. അവരുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ചാക്കിലാക്കി വെച്ചേർന്നേ കേട്ടോ. ആ ചാക്ക് നിറയെ ഉണ്ടായിരുന്ന കളിപ്പാട്ടം അവർ റിട്ടേൺ എടുത്തെടുത്തെടുത്ത് ആ ചാക്ക് തീരാറായി എന്ന് പറയാം. ഇതെല്ലാം പെരക്കാവത്ത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തിയിടലാണ് കേട്ടോ അവരുടെ പരിപാടി. കുറേയൊക്കെ പറക്കി വയ്ക്കും, കുറേയൊക്കെ അവിടെ തന്നെ കിടക്കും. പിന്നെ കളിയുടെ ഇടയ്ക്ക് ഇതൊക്കെ ഒരു പീസ് 4 പീസാവും, 4 പീസ് 8 പീസാവും. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ സ്വാഭാവികം. അപ്പോൾ മോളുടെ കുറേ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒരു കൊട്ടയിലിട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. അതങ്ങനെ എടുത്ത് വെച്ചു. കണ്ടോ എല്ലാ സാധനങ്ങളും നിരത്തിയിട്ടേക്കോ. ബാഗ്, പുസ്തകം എന്ന് വേണ്ട പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം നിരത്തിയിട്ടേക്കോ കേട്ടോ. ഇവർക്ക് ഈ കട്ട് ചെയ്യണ സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഴയ LKGയിലെയും UKGയിലെയും ഒക്കെ ടെക്സ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് പൂവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടും. ആ കട്ട് ചെയ്ത പേപ്പർ ഉൾപ്പെടെ എല്ലാം അവിടെ നിരത്തിയിടും കേട്ടോ. ഈ ചാക്കിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞത്. ആ ചാക്ക് നിറയെ ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളാട്ടോ. എല്ലാം നിരത്തി ഇപ്പോൾ ആ ചാക്ക് തീരാറായി എന്ന് പറയാം. പിന്നെ ഇത് അവരുടെ ബൊമ്മയാണ്. ഞാനിതങ്ങനെ കളിക്കാൻ കൊടുക്കാറില്ല. ഇതിനകത്ത് അധികം പൊടി പിടിക്കണോണ്ട് തന്നെ ഇത് എപ്പോഴൊക്കെ കളിക്കാൻ എടുക്കണോ അപ്പോഴൊക്കെ നല്ല തുമ്മലും ജലദോഷവും ഒക്കെ വരണോണ്ട് തന്നെ ഞാൻ അതുപോലത്തെ പാവകൾ ഇപ്പോൾ കളിക്കാൻ കൊടുക്കാറില്ല കേട്ടോ. അതിനിടയ്ക്ക് പഴയ 2 സാരിയും ഒരു ചുരിദാറും എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ അപ്പുറത്തെ റൂമിൽ മടക്കി വെച്ചേർന്ന സാധനമാണ് ഇന്നിപ്പോൾ ഈ റൂം വൃത്തിയാക്കിയപ്പോൾ വന്നത്. കൂടാതെ അവക്കടെ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ്, ബുഷ്, ചെരുപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ റൂമിൽ. കളിക്കാൻ എടുക്കുന്നതാണ് ഇതെല്ലാം. ഇടയ്ക്ക് കല്ലുകളുടെ ലെവൽ പല പല രീതിയിലാവുമല്ലോ. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോൾ കിച്ചൺ സെറ്റും കാര്യങ്ങളും എടുക്കും. അതുകൂടാതെ അമ്മയും കുട്ടിയും കളിയുണ്ട് കേട്ടോ. അതിനാണ് ഈ ഹെയർ ബാൻഡ്, സാരി, എൻ്റെ ഷാളുകളെല്ലാം ഉണ്ടാക്കും. കുറേയൊക്കെ എടുത്തുകൊണ്ടുപോയി അപ്പം തന്നെ ഞാൻ മടക്കി വെച്ചു കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവൂലേ ഒരു കസേരയോ ഒരു ബെഡോ ഒരു റൂമോ. അപ്പോൾ നമ്മളെപ്പോലെ സൗകര്യം കുറഞ്ഞ വീടുള്ളവർക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അഴ കെട്ടിയിട്ടേക്കണ എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ മദ്രസയിൽ കൊണ്ടുപോകുന്ന യൂണിഫോമും ഡ്രസ്സും പർദ്ദയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് ഞാനത് അവിടെ തന്നെയാട്ടോ വച്ചേക്കണേ. പിന്നെ അത് കണ്ടോ അലമാരിയിലിരുന്ന പുസ്തകങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പുകൾ, അവരുടെ ടവലുകൾ ഒക്കെ നിരത്തി ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഈ അലമാരി നിറച്ച് വെച്ചേരുന്നതാണ് ഞാൻ. അതെല്ലാം വലിച്ച് അടിച്ച് നിലത്തിട്ട് അലമാരി കാലിയായി എന്ന് പറയാം. അതുകൂടാതെ തന്നെ പെൻസില്, കട്ടർ, ഇറേസർ എന്ന് വേണ്ട എല്ലാം ഇന്നിപ്പോൾ വൃത്തിയാക്കിയപ്പോൾ സ്കെയിലുകളൊക്കെ ഒടിച്ചിട്ടേക്കണ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു കേട്ടോ. എത്ര സ്കെയിലാണെന്നറിയോ ഒടിച്ചിട്ട്. അവരുടെ ആക്രി ഏരിയ ആണല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ്
എറിഞ്ഞിട്ടേക്കാന്ന് പറയാം കേട്ടോ. അതുകൂടാതെ ആ സൈഡിൽ തൂക്കിയിട്ടേക്കണ കണ്ടോ, ഇത് വാശി പിടിച്ച് ഒരു തവണ മേടിപ്പിച്ച ടെൻറ്റാണ് കേട്ടോ. പിന്നെ ടെൻറ്റ് തടഞ്ഞിട്ട് നമുക്ക് അകത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഒരു ദിവസം ഞാനതങ്ങ് അഴിച്ച് റെഡിയാക്കി വെച്ചതാണ്. പിന്നെയും കരഞ്ഞ് വാശി പിടിച്ച് ആ ടെൻറ്റ് യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇനി ടെൻറ്റ് വേണ്ട, ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്കൂള് വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻറ്റ് വീണ്ടും ഫിറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അഴിച്ചെല്ലാം കളയാതെ അതെല്ലാം കൂടി ഒരു ടിന്നിലിട്ട് വച്ചേക്കണേ കേട്ടോ. ഇങ്ങനെയാണ് ഓരോ കളിപ്പാട്ടങ്ങളും ആ മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഉള്ള പുതുമയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് പഴയതായി. അല്ല, പുതിയൊരു കളിപ്പാട്ടം കിട്ടിയാലും പഴയത് ഇതുപോലെ തന്നെ കേട്ടോ. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടും ചളങ്ങും ഒക്കെ ചെയ്യും. പിന്നെ പറയണ്ടല്ലോ അല്ലേ, നല്ല അടിപൊളി വികൃതികളാണേ നാലും കൂടെ കൂടിക്കഴിഞ്ഞാൽ വീടെടുത്ത് തിരിച്ചു വയ്ക്കാൻ വേറെ ഒന്നും വേണ്ടാന്ന് പറയാം കേട്ടോ. ഞാൻ ഒച്ചയെടുത്ത് എൻ്റെ ഒച്ച പോകാമെന്നല്ലാതെ അവരെവിടെ. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, ഇപ്പോഴല്ലേ ഈ കളിയും കാര്യങ്ങളും എല്ലാം ഉള്ളൂ. പിന്നെ കുറേയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു കൊടുക്കും കേട്ടോ. എനിക്ക് ഇതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുവേ. അപ്പോൾ ഇതിപ്പോൾ ഈ വർഷത്തിൽ തന്നെ ഒരു 5-6ാമത്തെ വൃത്തിയാക്കലെങ്കിലും ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതുപോലെ ഇതുവരെ ഇത്രയും മുഷിഞ്ഞിട്ടില്ല. കാരണം അധികം നിരക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നൊക്കെ അങ്ങോട്ട് ഒതുക്കി വയ്ക്കാറുള്ളതാട്ടോ. ഇത്തവണ മക്കൾസിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ വന്നുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റൂമിലേക്ക് മാത്രമായിട്ട് നിൽക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവരുടെ ഹെയർ ബാൻഡും കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഒരു ഹാങ്കറയിൽ തൂക്കിയിട്ടേക്കാട്ടോ ചെയ്യണേ. അത് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചാൽ അധികം നിരക്കില്ല, നമുക്ക് തന്നെ എടുത്ത് പറക്കി വയ്ക്കാമല്ലോ. അങ്ങനെ എല്ലാം ഒരു തലക്കേന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടുപേരുടെയും കൊട്ടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ ഒന്നങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്നങ്ങ് പറക്കി മാറ്റി മോൻ്റെയും മോളുടെയും തിരിച്ചൊന്ന് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടവും ഒന്നങ്ങ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്നങ്ങ് ചെറുതായിട്ടങ്ങ് തുടച്ചെടുക്കുന്നുണ്ട്. ഈ റൂമിൽ തന്നെ തയ്യൽ മെഷീനും കൂടെ ഇരിക്കണതുകൊണ്ട് അതിൻ്റെ ഒരു പൊടിയും തുണികളുടെ വെട്ടും വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഞാൻ എത്രയൊക്കെ മാറ്റി വെക്കാൻ നോക്കിയാലും അവരതിൻ്റെ തുണി വെട്ട് പീസുകളൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ അവരുടെ കളി കഴിയുമ്പോൾ അത് പിന്നെ അവിടെ നിരന്ന് കിടക്കുമെന്ന് പറയാം. എന്ത് സാധനം കണ്ടാലും അവർക്ക് അന്നേരം ആവശ്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന തുണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കണ്ട അതെനിക്ക് അവിടെ തുടയ്ക്കാനോ അല്ലെങ്കിൽ ഭംഗിയിൽ എടുത്ത് വയ്ക്കാനാന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കും. പിന്നെ വെറുതെ ഒരു വാശി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അന്നേരമൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ മൂഡ് പോലെയാണല്ലോ, ചിലപ്പോഴൊക്കെ ഞാൻ നന്നായി വഴക്ക് പറയുകയൊക്കെ ചെയ്യും. എന്ത് കാര്യം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരിതുപോലെ തന്നെ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്ക് പറയണേലേ. അപ്പോൾ നിങ്ങളുടെ മക്കൾസ് ഇങ്ങനെയൊക്കെയാണോ? ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ കാണാൻ കൊതിക്കുന്നല്ലേ പറയണേ. അവർക്കൊരു പക്വതയും കാര്യങ്ങളൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവർ തന്നെ അവരുടെ സാധനങ്ങളെല്ലാം അടക്കി ഒതുക്കി സൂക്ഷിച്ചു തുടങ്ങുമല്ലോ. ഇപ്പോഴല്ലേ ഈ കുറുമ്പും ചെറിയ വാശികളും കളികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 90% അവരുടെ കളികൾക്കൊപ്പം നിൽക്കണ ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ വീട് നിരന്ന് കിടക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണല്ലോ, അന്നേരം ഇതുപോലെ തന്നെ ഒതുക്കി വയ്ക്കും. ഇതിനിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേക്കേണ്ട താമസമുള്ളൂ ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ആകാൻ. പിന്നെ ഒതുക്കി വച്ച് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം ആ ഒരു പുതുമയ്ക്കെങ്കിലും നന്നായി കൊണ്ട് നടക്കുമെന്ന് വിചാരിക്കാം. അവർ തന്നെ ഈ ഓരോന്ന് തപ്പി എടുക്കുമ്പോഴാണ് കുഴപ്പം. നമ്മളോട് ചോദിച്ചിട്ട് എടുത്തു കൊടുക്കുമ്പോൾ ഇത്രയും നിരന്ന് വീഴില്ല കേട്ടോ. നമ്മളോട് ചോദിക്കാതെ ചില സാധനങ്ങൾ എടുക്കാനായിട്ട് അവർ തന്നെ കയറും. അന്നേരമാണ് ഇത് മൊത്തത്തിൽ മറിഞ്ഞ് ചാടണേ. അപ്പോൾ അവർക്ക് എടുത്തു വയ്ക്കാൻ ശരിയായി എന്നിരിക്കില്ലല്ലോ. അതുകൂടാതെ ഇപ്പോൾ കുഞ്ഞാവകളും കൂടെ ഉണ്ടല്ലോ. പിന്നെ അവരുടെ സൈക്കിള്, കുഞ്ഞു സൈക്കിള്, വാക്കർ ഇതെല്ലാം ഇവിടെ തന്നെ വയ്ക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാനായിട്ട് കയറും. അപ്പോൾ ഇത്തവണ ഞാനൊരു പണി ചെയ്തു, അവർക്കുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് വച്ചു കിട്ടും. അപ്പോൾ പിന്നെ എല്ലാം കുത്തി മറിക്കില്ലല്ലോ, അവർക്ക് ആവശ്യമുള്ളത് മാത്രം ആ ചെറിയ കൂട്ടിൽ നിന്ന് എടുത്തോളൂല്ലോ എന്ന് ഓർത്ത്. അപ്പം നമുക്ക് നോക്കാം എത്ര ദിവസം ഇതുപോലെയൊക്കെ കൊണ്ടേ നടക്കുന്നു. പിന്നെ ഞാൻ ഇത്തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ക്ലീൻ ചെയ്യണത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ അലമ്പാക്കിയിട്ട് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ വീഡിയോ എടുത്തിടും. അപ്പോൾ എല്ലാവരും അറിയൂ കേട്ടോ, നിങ്ങൾ ബാഡായിട്ടുള്ള മക്കൾസാന്ന് എല്ലാവരും പറയൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇല്ല അമ്മി, ഞങ്ങൾ ഇത്തവണ എന്തായാലും കൊളാക്കൊന്നുമില്ല, നല്ലതുപോലെ തന്നെ കൊണ്ടേ നടന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടവും ചേരപ്പാര ഒന്നങ്ങ് അടിച്ചു വാരി പെട്ടെന്നൊന്നങ്ങ് തുടച്ചെടുത്തു കേട്ടോ.
അപ്പോൾ ഈ ക്രയോണിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ മൊത്തം. ഓരോ തവണയും ക്രയോൺ വാപ്പീനെയും കൊണ്ട് മേടിപ്പിക്കും. 1-2 തവണയൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മൊത്തം നുറുക്കി ഇതിലേക്ക് ഇടും. അത് കുഞ്ഞാവകളെടുത്ത് വായിലിട്ട് കടിക്കും. ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ യുദ്ധം. പിന്നെ എല്ലാം വൃത്തിയാക്കി അതാത് സാധനങ്ങളൊക്കെ ഒന്നങ്ങ് ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റൂം എന്തൊരു സമാധാനമായി എന്നറിയോ. ഭയങ്കര ഒതുക്കലും പറക്കലും ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും മക്കൾസൊക്കെ എഴുന്നേറ്റ് അലമ്പ് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൂർത്തിയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.